സ്നേഹമാണോ സ്വാതന്ത്ര്യമാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നത് അമ്മയെയാണോ അച്ഛനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഒന്ന് മറ്റൊന്നിന് പകരമല്ല, മാത്രമല്ല രണ്ടും ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കഥ മാറുന്നു, കളി കാര്യമാവുന്നു. സ്നേഹം ജീവിതത്തിന്റെ തുടിപ്പാണെങ്കിൽ സ്വാതന്ത്ര്യം അതിന്റെ മിടിപ്പാണ്. ഒന്ന് ജീവശ്വാസം, മറ്റൊന്ന് ജീവരക്തം. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് രണ്ടും ഒരുപോലെ നിർബന്ധം. പുറം ജീവിതത്തിൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സമൂഹ താല്പര്യങ്ങളെക്കാളേറെ വ്യക്തി താല്പര്യങ്ങൾക്കാണല്ലോ എപ്പോഴും നാം മുൻഗണന നൽകുന്നത്. എന്നാൽ കളം മാറുമ്പോഴോ? സംഗതി വ്യക്തി ജീവിതത്തിലേക്ക് വന്നാലോ? വ്യക്തി സ്നേഹവും വ്യക്തി സ്വാതന്ത്ര്യവും രണ്ട് അടിസ്ഥാന മനുഷ്യ സ്വഭാവങ്ങളാണ്. പലപ്പോഴും പരസ്പര ബന്ധിതവും നമ്മുടെ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്നതുമാണ്. ഉപ്പും പഞ്ചസാരയും പോലെ. വ്യക്തിപരമായ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുമായുള്ള ആഴത്തിലുള്ള വൈകാരികമായ ബന്ധമാണ്. വാത്സല്യം, കരുതൽ, പ്രതിബദ്ധത എന്നിവയാണ് അതിന്റെ സവിശേഷതകൾ. അടുപ്പവും വിശ്വാസവുമാണ് അതിന്റെ അടിത്തറ. സമർപ്പണമാണ് അതിന്റെ ജീവൻ. സ്വയം പങ്കിടാനുള്ള സന്നദ്ധതയിലാണ് അതിന്റെ നിലനിൽപ്പ്. വ്യക്തിപരമായ സ്നേഹം പിന്തുണയും സഹവാസവും സ്വയംബോധവും നൽകുന്നു. അത് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടമാണ്. ഏത് ജീവിതവും പൂർണ്ണമാകുന്നത് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. എന്നാൽ വ്യക്തി സ്നേഹം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി സ്വാതന്ത്ര്യവും. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായ ഇടപെടലുകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പുകൾ നടത്താനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുമുള്ള കഴിവാണ്. അതിൽ സ്വയം നിർണയബോധവും ഉൾപ്പെടുന്നു. വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തികളുടെ ഐഡന്റിറ്റി പ്രകടിപ്പിക്കാനും അവരുടെ അഭിനിവേശങ്ങൾ പിന്തുടരാനും അനുവദിക്കുന്നു. സർഗാത്മകത, പര്യവേഷണം, റിസ്ക് എടുക്കൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വ്യക്തികളിൽ ശക്തമായ ആത്മബോധം വളർത്തിയെടുക്കുവാനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനും ഇത് സഹായിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ സ്നേഹം വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തും. ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും. അത് ആത്യന്തികമായി അയാളുടെ ജീവിതം നിശ്ചലമാക്കും. വ്യക്തി സ്നേഹവും വ്യക്തി സ്വാതന്ത്ര്യവും മനുഷ്യാനുഭവത്തിന്റെ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് വഴികളിൽ പരസ്പരം സ്വാധീനിക്കാൻ കഴിയുന്നു. ഇവ രണ്ടും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് സംതൃപ്തവും അർത്ഥപൂർണവുമായ ജീവിതത്തിന് നിർണായകമാണ്. സ്നേഹക്കൂടുതൽ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തെ കൂട്ടിലാക്കാറുണ്ട്. മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിപരീതമായി സ്വന്തം ഇഷ്ടപ്രകാരം കോഴ്സുകളിൽ ചേർത്ത് നിർബന്ധം ചെലുത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളോടുള്ള വാത്സല്യം കൊണ്ടായാലും അത് അവരുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. അതുപോലെ വിവാഹത്തിന്റെ കാര്യത്തിൽ പ്രായപൂർത്തിയായ മക്കളുടെ അഭിപ്രായം അന്വേഷിക്കാതെ സ്വന്തം നിലക്ക് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നവരുണ്ട്. മക്കളുടെ ഭാവി ഭദ്രമാക്കാനായാലും മക്കളോടുള്ള കരുതലിന്റെ ഭാഗമാണെങ്കിലും ഇത് മക്കളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിര് മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെയുള്ളൂ. അത് ഭാര്യയായാലും മക്കളായാലും. സ്നേഹമില്ലാത്ത സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യമില്ലാത്ത സ്നേഹവും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. അത് എടുക്കാത്ത നാണയമാണ്.